ചോദ്യം നമ്പർ 453 ശ്രീ പി നന്ദകുമാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ മഹിമ വിളിച്ചോതുന്ന തൃശ്ശൂർ പൂരം ഭംഗിയായി നടത്തുന്നതിന് മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നത്. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഉറപ്പുവരുത്തിക്കൊണ്ട് ലോകപ്രശസ്തമായ തൃശ്ശൂർ പൂരം കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് 1/3/25 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നിരുന്നു. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിലെ നിബന്ധനകൾ നടപ്പിലാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ യോഗം വിശദമായി ചർച്ച ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ സാധ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയലിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ കത്ത് നൽകിയിട്ടുണ്ടെന്ന വിവരം യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. പൂരം നടത്തിപ്പിൽ യാതൊരു അനിശ്ചിതത്വവും ഉണ്ടാകാതിരിക്കുന്നതിനുള്ള നടപടികളാണ് യോഗം ചർച്ച ചെയ്തത്. നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിക്ക് അയച്ച കത്ത് അനുബന്ധം 1-ആയും നോട്ടിഫിക്കേഷൻ്റെ പകർപ്പ് അനുബന്ധം 2-ആയും ചേർക്കുന്നു. 11/10/24 കേന്ദ്ര സർക്കാർ എക്സ്പ്ലോസീവ് ചട്ടങ്ങളിൽ കൊണ്ടുവന്ന ഭേദഗതി തൃശ്ശൂർ പൂരം ഉൾപ്പെടെ സംസ്ഥാനത്ത് വിവിധ ആരാധനാലയങ്ങളിൽ നടക്കുന്ന വെടിക്കെട്ടുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ്. വെടിക്കെട്ട് പുരയിൽ നിന്നും 200 മീറ്റർ അകലെയാകണം വെടിക്കെട്ട് നടത്തേണ്ടത് എന്നാണ് പ്രധാന ഭേദഗതി. വെടിക്കെട്ട് സ്ഥലത്തെ ബാരിക്കേഡിൽ നിന്ന് 100 മീറ്റർ അകലെയായിരിക്കണം വെടിക്കെട്ട് വീക്ഷിക്കുന്നവരെ നിർത്തേണ്ടത് എന്നും നിബന്ധനയുണ്ട്. വെടിക്കെട്ടിന് ഉപയോഗിക്കുന്ന ഇരുമ്പ് പൈപ്പുകളുടെ ഉപയോഗത്തിനും ചില മാനദണ്ഡങ്ങൾ നിഷ്കർഷിക്കുന്നു. ഇതുൾപ്പെടെ 35 ഭേദഗതികളാണ് വിജ്ഞാപനത്തിലുള്ളത്. സർ, ദേവസ്വങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ജില്ലാ ഭരണകൂടവും പോലീസുമായി ചേർന്ന് കേന്ദ്ര നിയമമായ പെസോ ആക്ട് പ്രകാരം പരിശോധന നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും ജില്ലാ ഭരണകൂടവും നടപടികൾ ഇതിനകം കൈക്കൊണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന അവലോകന യോഗത്തിലെ തീരുമാനപ്രകാരം 14/3/2025 തൃശ്ശൂർ കളക്ട്രേറ്റിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി, റവന്യൂ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ, മേയർ, MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഉദ്യോഗസ്ഥർ, തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ, കൊച്ചിൻ ദേവസ്വം ബോർഡ് എന്നിവരെ പങ്കെടുപ്പിച്ച് അവലോകന യോഗം ചേർന്നിരുന്നു. പൂരം നടത്തിപ്പ് സുഗമമാക്കുന്നതിനാവശ്യമായ സൗകര്യമൊരുക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് എല്ലാ വകുപ്പുകളോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളെ ഉൾപ്പെടുത്തി അവലോകന യോഗങ്ങൾ നടത്തി സമയബന്ധിതമായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. ശ്രീ പി നന്ദകുമാർ. സർ, തൃശ്ശൂർ പൂരത്തിൻ്റെ മഹത്വം ഏവർക്കും അറിയുന്നതാണ്. പൂരത്തിൻ്റെ പൂരമാണ് തൃശ്ശൂർ പൂരം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ എടുക്കുന്ന മുൻകൈയും ഇടപെടലിനെ സംബന്ധിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ്. സർ, എൻ്റെ ചോദ്യം, പൂരവുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ഈ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം അധികൃതർ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടോ? സർ, കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഇപ്പോഴത്തെ പുതിയ ഭേദഗതികളും മറ്റ് വ്യവസ്ഥകളുമെല്ലാം നമ്മുടെ ദേവസ്വങ്ങൾക്ക് പൊതുവിൽ വലിയ ആശങ്ക ഉളവാക്കിയതാണ്. അത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ദേവസ്വങ്ങൾക്കും ബാധകമായതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ആശങ്കകൾ ആ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. അത് സ്വാഭാവികമായും പരിഹരിക്കുന്നതിനാണ് നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയലിന് കത്തയച്ചിട്ടുള്ളത്. അതിനാവശ്യമായ പരിഹാരമുണ്ടാവണമെന്ന് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങളും പൂരങ്ങളും നേർച്ചകളും പെരുന്നാളുകളും ആചാരപ്രകാരം സുഗമമായി നടത്തുന്നതിന് തടസ്സങ്ങൾ ഒഴിവാക്കാൻ നിയമപരമായ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ സാധിക്കുമോ? സർ, അത് സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായി തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിലാണ് സംസ്ഥാനത്തിന് ഈ കാര്യത്തിൽ മറ്റൊരു നിയമത്തിൻ്റെ കാര്യങ്ങൾ ആലോചിക്കാൻ സാധിക്കുക. ഇവിടെ വരുന്നത് കേന്ദ്ര നിയമം വന്നിരിക്കുന്നു. കേന്ദ്രം ചില നിർദ്ദേശങ്ങളും ഭേദഗതികളും കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ആ കാര്യത്തിൽ
സംസ്ഥാന ഗവൺമെൻറ്റിന് പ്രത്യേകമായി ഇടപെട്ട് നിയമം കൊണ്ടുവരാൻ സാധാരണഗതിയിൽ കഴിയില്ല. അപ്പോൾ അതിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ നിലപാടിൽ മാറ്റങ്ങൾ ആവശ്യമാണ്. ആ മാറ്റത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ് നാം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. സർ, കഴിഞ്ഞ വർഷത്തെ പൂരം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അതില്ലാതെയാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ വർഷം നേരത്തെ അത് സംബന്ധിച്ചുള്ള അവലോകന യോഗങ്ങൾ നടത്തിക്കൊണ്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അഭിനന്ദനാർഹമാണ്. എൻ്റെ ചോദ്യം, ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെ വെടിക്കെട്ട്, ആന എഴുന്നള്ളിപ്പ് എന്നിവ നിലവിലുള്ള നിയമങ്ങളും കോടതി ഉത്തരവുകളും പാലിച്ച് നടത്തുന്നതിന് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ട CM. സർ, അതിനുള്ള ശ്രമമാണ് നടത്തി വരുന്നത്. ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മറ്റ് വിഘ്നങ്ങൾ ഉണ്ടാകാതെ പരിപാടികളെല്ലാം ഭംഗിയായി നടത്താൻ കഴിയണമെന്ന് തന്നെയാണ് സർക്കാരും ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ദേവസ്വവും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. അതിന് ചില തടസ്സങ്ങൾ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് നിലപാടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് മാറ്റിയെടുക്കാനുള്ള ശ്രമവും ഇതിൻ്റെ കൂടെ നടത്തുകയാണ്. ഏതായാലും പൂരം ഭംഗിയായി നടത്തുക എന്നുള്ളതിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ നിൽക്കുന്നത്. ശ്രീ മുരളി പെരുന്നല്ലി. സർ, മെയ് 6 നടക്കുന്ന ഈ വർഷത്തെ തൃശ്ശൂർ പൂരം പഴുതടച്ച സുരക്ഷകൾ ഉറപ്പാക്കി നടപ്പാക്കാൻ ആവശ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എടുത്ത നടപടികൾ പൂരപ്രേമികളാകമാനം തന്നെ സന്തോഷത്തിലാണ്. എൻ്റെ ചോദ്യം, പൂരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ആനകൾ. അതിന് നാട്ടാന ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അത് ലഭ്യമാക്കാൻ കാലതാമസം വരുന്നു എന്നുള്ള കാര്യം ശ്രദ്ധയിലുണ്ട്. അതുകൊണ്ട് ആനകളെ എഴുന്നള്ളിക്കുന്നതിനുള്ള ആനകളെ വിശ്രമം, പൊതുജനങ്ങളെ സുരക്ഷ എന്നിവ ഉറപ്പാക്കി ആനകളെ എഴുന്നള്ളിക്കാൻ ആവശ്യമായ നടപടിയെടുക്കാൻ തയ്യാറാകും സർ. സർ, ബഹുമാനപ്പെട്ട കോടതികളുടെ ഇടപെടൽ വരുന്നത് ആനകൾക്ക് മറ്റു പ്രയാസങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അതുതന്നെയാണ് നമ്മുടെയും താല്പര്യം. അതിനകത്ത് ആനകൾക്ക് പ്രയാസം ഉണ്ടാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പൂരം ഭംഗിയായി നടക്കണം, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അക്കാര്യത്തിൽ ഏറെക്കുറെ ധാരണകൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാതെ ആനയുടെ എഴുന്നള്ളിപ്പും മറ്റും നടത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യം. ശ്രീ K. N. ഉണ്ണികൃഷ്ണൻ. സർ, ലോകപ്രശസ്തമായ തൃശ്ശൂർ പൂരത്തിൽ അങ്ങയുടെ ഒന്നാം സർക്കാരിൻ്റെ കാലത്ത് വിശ്വാസികളുടെയും വിനോദസഞ്ചാരികളുടെയും അഭിലാഷത്തെ മുൻനിർത്തി 6 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് അതിൻ്റെ എല്ലാ ചടങ്ങുകളിലും മണിക്കൂറുകളോളം പങ്കെടുത്ത ആ ഓർമ്മ ഞാൻ പങ്കുവെക്കുകയാണ്. അങ്ങയോടൊപ്പം ആ ചടങ്ങ് വീക്ഷിക്കാൻ ഞാനും ഉണ്ടായിരുന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം ഭംഗിയായി നടത്തുന്നതിന് അങ്ങ് എടുത്തിട്ടുള്ള മുൻകൈയിനെയും നടപടികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. അവലോകന യോഗത്തെ തുടർന്ന് ജില്ലാ ഭരണകൂടത്തെ ചുമതലപ്പെടുത്തിയതനുസരിച്ച് അതിൻ്റെ തുടർച്ചയിൽ യഥാസമയം കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. സർ, വിലയിരുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നേരത്തെ പറഞ്ഞു ദേവസ്വം മന്ത്രിയുടെ ഭാഗമായിട്ടുള്ള അധ്യക്ഷതയുടെ ചേർന്ന യോഗം. അതിന് പുറമെ റവന്യൂ മന്ത്രി, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എല്ലാം പങ്കെടുത്തുകൊണ്ട് മറ്റൊരു യോഗം നടന്നിട്ടുണ്ട്. അത്തരം നടപടികളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർച്ചയായിട്ടുള്ള വിലയിരുത്തലുകൾ തന്നെയാണ് നടത്തിപ്പോകുന്നത്. ഇവിടെ ആന എഴുന്നള്ളിപ്പിൽ ആനകൾ തമ്മിലുള്ള ദൂരം നിശ്ചയിക്കാൻ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്താം എന്ന സർക്കാർ നിർദ്ദേശം കോടതി അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് തൃശ്ശൂരിൽ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് 1 മീറ്റർ എന്ന ദൂരപരിധി നിശ്ചയിച്ചു. ഇത് ദേവസ്വങ്ങളടക്കം എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പ്രയാസമില്ലാതെ ആന എഴുന്നള്ളിപ്പ് നടക്കും. ശ്രീ സനീഷ് കുമാർ ജോസഫ്. സർ, തൃശ്ശൂർ പൂരം നടത്തിപ്പിൽ കഴിഞ്ഞ വർഷം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്. ആന എഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തിലും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായുള്ള വെടിക്കെട്ടിൻ്റെ കാര്യത്തിലും അനാവശ്യമായ പോലീസ് ഇടപെടലുകളും കോടതി ഇടപെടലുകളും തൃശ്ശൂർ പൂരത്തിൻ്റെ ശോഭ കെടുത്തുന്ന സാഹചര്യമുണ്ടായി. തൃശ്ശൂർ പൂരം മാത്രമല്ല, നെന്മാറ, വല്ലങ്ങി, ഉത്രാളിക്കാവ് അടക്കം നിരവധി ഉത്സവങ്ങളും പള്ളി പെരുന്നാളുകളും ഈ പ്രതിസന്ധി നേരിടുകയാണ്. ആയിരക്കണക്കിന് വിശ്വാസികളും വിശ്വാസത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായുള്ള ഈ ഉത്സവങ്ങൾ സംരക്ഷിക്കുന്നതിന് സമഗ്രമായ നിയമം നിർമ്മിക്കുന്നതിന് തയ്യാറാകുമോ? പൂരം എക്സിബിഷന് ദേവസ്വം ബോർഡ് അനാവശ്യമായി വർദ്ധിപ്പിച്ച തറവാടക കുറയ്ക്കുന്നതിന് തയ്യാറാകുമോ? സർ, ഇവിടെ ഇത്തരം കാര്യങ്ങൾ ഭംഗിയായി നടന്നു പോവുക എന്നതിലാണ് സർക്കാരിന് താല്പര്യം. അതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം അവസാനം ഉന്നയിച്ച ആ തറവാടകയുടെ പ്രശ്നമൊക്കെ
നല്ല രീതിയിൽ തന്നെ പരിഹരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് സർക്കാർ തന്നെ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല നിലയിൽ ഇടപെട്ട് പരിഹരിക്കുക എന്നുള്ളതാണ് സർക്കാർ കാണുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം പരിപാടികൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെ പരിപാടിയായിട്ടല്ല, മൊത്തം നാടിൻ്റെ പരിപാടിയായിട്ടാണ് അതിനെ കാണുന്നത്. അതിന് എല്ലാവിധ പിന്തുണയും നൽകുക എന്നുള്ളതാണ് സർക്കാർ ചെയ്തു വരുന്നത്. ശ്രീ പി ബാലേന്ദ്രൻ. സർ, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകളൊക്കെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ച യോഗം പരിഹരിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി നിൽക്കുന്ന ഏക ആശങ്ക പെസോയുടെ കടുത്ത നിയന്ത്രണം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള പെസോയുടെ കടുത്ത നിയന്ത്രണം വെടിക്കെട്ട് നടത്താൻ ഒരു തടസ്സമാകുന്നു എന്നുള്ളതാണ്. തറവിലയുടെ ബാക്കി പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷവും പൂരത്തിൻ്റെ ചാരുതയ്ക്ക് മാറ്റുകൂട്ടുന്ന വെടിക്കെട്ട് അതിപ്പോഴും ആശങ്കയിലാണ് എന്നുള്ളത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശിവകാശി പടക്കലോബി കേരളത്തിലെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വെടിക്കെട്ടുകളിൽ വളരെ പെസോയുമായി ബന്ധപ്പെട്ടുള്ള ചില കരുനീക്കങ്ങളിലൂടെ ഇടപെടുന്നുണ്ട് എന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സർ, ഈ വെടിക്കെട്ട് പുരയിൽ നിന്ന് 200 മീറ്റർ അകലെ, അതേപോലെ തന്നെ വെടിക്കെട്ട് സ്ഥലത്തെ ബാരിക്കേഡിൽ നിന്ന് 100 മീറ്റർ അകലെ ആളുകൾ നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകൾ കാലാകാലമായി അവിടെ നടന്നു വരുന്ന പൂരവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന സൗകര്യങ്ങളെ വല്ലാതെ പ്രയാസത്തിലാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പെസോ കാര്യത്തിൽ ശക്തമായ സമ്മർദ്ദം നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്നത്. അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അടുത്ത് നമ്മൾ തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ നടപടികളിൽ നമുക്ക് വലിയ തോതിൽ ഇളവ് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസിനും മറ്റ് സുരക്ഷാ അധികൃതർക്കുമെല്ലാം ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും അത് ഭംഗിയായി നടത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തി വരുന്നത്. പക്ഷേ ഈ പെസോ ആക്ട് പ്രകാരം നമുക്ക് മുഴുവൻ കാര്യങ്ങളും നമ്മൾ മാത്രമായിട്ട് ഇളവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിൽ കേന്ദ്ര ഗവൺമെൻറ് സമ്മതം കൂടി ആവശ്യമായിട്ടുണ്ട്. അതിനുള്ള സമ്മർദ്ദം നമുക്ക് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കാം. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് പോലീസും ജില്ലാ ഭരണകൂടമൊക്കെ ഇതിനകം തന്നെ എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ മാഫിയ പലതരത്തിൽ പ്രവർത്തിക്കാറുണ്ടല്ലോ, അതൊന്നും നമ്മുടെ സംസ്ഥാനത്തെയോ സംസ്ഥാന ഗവൺമെൻറ്റെയോ ഇത്തരം കാര്യങ്ങളെയോ ബാധിക്കുന്നതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ കെ രാമേന്ദ്രൻ. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ബാരിക്കേഡുകൾ വെച്ച് പൂരാസ്വാദകരെ തടയുന്ന നടപടി ഒഴിവാക്കിക്കൊണ്ട് രാത്രി എഴുന്നള്ളിപ്പ്, പുലർച്ചെ 2 മണിക്കുള്ള എഴുന്നള്ളിപ്പ് എന്നിവ, തിരുവമ്പാടിയുടെയും പാറമക്കാവിൻ്റെയും എഴുന്നള്ളിപ്പുകൾ നിർദ്ദിഷ്ട പന്തലുകളിൽ എത്തിയതിനു ശേഷം മാത്രം വെടിക്കെട്ട് ഒരുക്കങ്ങൾക്കായി സ്വരാജ് ഗ്രൗണ്ടിൽ നിന്നും ആളുകളെ നിർദ്ദിഷ്ട ദൂരത്തിൽ ഒഴിപ്പിക്കാവൂ എന്ന തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ടോ? സർ, ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അവിടെയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തന്നെ ജില്ലാ ഭരണകൂടവുമൊക്കെ ചേർന്നുകൊണ്ട് വിപുലമായ തയ്യാറെടുപ്പ് ഇത്തരം കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ആളുകൾക്ക് പരമാവധി സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള തരത്തിൽ തന്നെയാണ്. അപ്പോൾ അത് കൃത്യമായി നടക്കും എന്ന് നമുക്ക് ഉറപ്പാക്കാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ഷംസുദ്ദീൻ. നമ്മുടെ നാട്ടിലെ പൂരങ്ങളും ക്ഷേത്രോത്സവങ്ങളും മറ്റ് മതപരമായ ആഘോഷങ്ങളൊക്കെ നല്ല നിലയിൽ നടന്നു കാണണമെന്നാണ് കേരളീയർ എല്ലാവരും ആഗ്രഹിക്കുന്നത്. സർ, കഴിഞ്ഞ വർഷത്തെ പൂരത്തിൽ ഉണ്ടായ സങ്കീർണമായ പ്രശ്നങ്ങൾ അത് സംബന്ധിച്ച് സർക്കാർ ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. കാരണം വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, ബോധപൂർവം പൂരം കലക്കി എന്നുള്ളത്. ഇത് സംബന്ധിച്ച് വല്ല പോലീസ് റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ടോ? ആ കാര്യങ്ങൾ വ്യക്തമാക്കാമോ? സർ, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വാഭാവികമായിട്ട് സ്വീകരിച്ചു വരും. ശ്രീ കെ ബാബു നെന്മാറ. സർ, പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരമെങ്കിൽ വേലകളുടെ വേലയാണ് നെന്മാറ വല്ലങ്കി വേല. സർ, ഏപ്രിൽ 3-നാണ്. ഞാൻ എല്ലാ സഭാംഗങ്ങളെയും ക്ഷണിക്കുകയാണ്. സർ, എൻ്റെ ചോദ്യം ഇതാണ്. സർ, ഈ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ, കുമ്മാട്ടികൾ, വേലകൾ, പൂരങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്താൻ, സ്റ്റേജ് പ്രോഗ്രാം നടത്താൻ, വാദ്യ കലാകാരന്മാരുടെ വാദ്യം അവതരിപ്പിക്കാനൊക്കെ നിയന്ത്രിതമായ സമയമാണ് 10 മണി വരെ.
സാർ അതിൽ 1 മണിക്കൂറെങ്കിലും കൂടുതൽ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട CM. സർ, ഇതൊരു പൊതുവായ പ്രശ്നമാണ്. സാധാരണഗതിയിൽ നമ്മുടെ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിലും മറ്റും ഒരു പൊതു നിയന്ത്രണം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. 10 മണിക്ക് ശേഷം സാധാരണ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കത്തക്ക രീതിയിൽ ഉച്ചഭാഷണികൾ ഉണ്ടാകരുത് എന്ന് പൊതുവേ എല്ലാവരും താല്പര്യപ്പെടുന്നതാണ്. പക്ഷേ നമ്മുടെ നാടിൻ്റെ ചരിത്രമെടുത്താൽ ആ ചരിത്രത്തിൻ്റെ ഭാഗമായി കിടക്കുന്നതാണ് ഇത്തരം ഉത്സവങ്ങളും പരിപാടികളുമൊക്കെ. ആ ഉത്സവങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് സ്വാഭാവികമായി ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത് ആ പ്രദേശത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി നിൽക്കുന്നതാണ്. ആ പ്രദേശത്ത് ആ മൈക്ക് ഉച്ചഭാഷണിയുടെ ശബ്ദം കേൾക്കുന്നതിൽ വലിയ തോതിലുള്ള അലോസരം അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയുമില്ല. കാരണം കാലാകാലമായി, എത്രയോ കാലമായി, തലമുറകളായിട്ട് അനുഭവിച്ചു വരുന്നൊരു കാര്യമാണത്. അതിന് തടസ്സമുണ്ടാക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റണം എന്ന് തന്നെയാണ് കാണുന്നത്.